വെൽക്കം ടു ഫുട്ബോൾ ആൽക്കെമിസ്റ്റ്. അപ്പോൾ ഡിസ്കസ് ചെയ്യാം ബാഴ്സ വേഴ്സസ് അത്ലറ്റിക്കോ മാച്ചിനെ കുറിച്ച്. ഞാൻ കുറേ കാര്യങ്ങൾ പറയാൻ പ്ലാൻ ഇട്ട് വെച്ചതായിരുന്നു എല്ലാ ഗോളിനെ കുറിച്ചും. അതായത് ഇങ്ങനെ കളി കഴിഞ്ഞ് ഇങ്ങനെ അവസാന നിമിഷത്തേക്ക് എത്തുമ്പോൾ നമ്മൾ എല്ലാ ഗോളും ഇങ്ങനെ മനസ്സിൽ റിവൈൻഡ് ചെയ്യുമല്ലോ, റിപ്ലൊന്നും കാണാതെ. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ പറയണമെന്ന് വിചാരിച്ചായിരുന്നു. പക്ഷേ ആ നാലാമത്തെ ഗോൾ വീണതോടെയൊക്കെ തലേന്ന് പോയി. ഇപ്പം മൈൻഡ് കാലിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നും മനസ്സിലില്ല. അപ്പോൾ ബോട്ട്ലിംഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇജാതി ബോട്ട്ലിങ്. 2-0 പിന്നിൽ പോകുന്നു, 4-2 തിരിച്ചു വരുന്നു, എന്നിട്ട് 4-4 ബോട്ടിൽ ചെയ്യുന്നു. അതും 84-ാം മിനിറ്റിലും 93-ാം മിനിറ്റിലും ഗോൾ വഴങ്ങിയിട്ട്. എന്തൊരു നാണക്കേടാണത്, അതും ഹോം ഗ്രൗണ്ടിൽ. കോപ്പ ഡെൽ റേൻ്റെ സെമി ഫൈനലിൻ്റെ ഫസ്റ്റ് ലെഗിൽ. ഇനി നമ്മൾ സെക്കൻഡ് ലെഗ് കളിക്കണം. സെക്കൻഡ് ലെഗ് കളിക്കേണ്ടത് എവിടെ പോയിട്ടാണ്? മാഡ്രിഡ് പോയിട്ടാണ്. ടഫാണ്, അതും ഈ അത്ലറ്റിക്കോ മാഡ്രിഡിനെതിരെ. ചിലർ എക്സിൽ കിടന്ന് പറയുകയാണ്, കാം ഡൗൺ, സ്റ്റിൽ വി ആർ ദ ബെറ്റർ ടീം. ബെറ്റർ ടീമായിട്ട് എന്ത് കാര്യം? ഹൂ കെയേഴ്സ്? ബാഴ്സ ബെറ്റർ ടീമായതിന് സ്പെഷ്യൽ ട്രോഫിയോ സ്പെഷ്യൽ പോയിൻറ്റോ ഗോൾ അഡ്വാൻറ്റേജോ അവാർഡോ പ്രൈസ് മണിയോ ഒന്നുമില്ല. ഗോളടിക്കാൻ പറ്റുമോ? ഗോളടിച്ചാൽ ജയിക്കും. അതാണ്. ഫസ്റ്റ് ഹാഫിൽ 2 തളികയിലെന്ന വണ്ണം കിട്ടിയ അവസരങ്ങളാണ് ഫെറാൻ ടോറസ് പുഷ്പം പോലെ ആർക്കും ഗോളടിക്കാൻ പറ്റുന്ന അവസരങ്ങളാണ് നഷ്ടപ്പെടുത്തി കളഞ്ഞത്. സെക്കൻഡ് ഹാഫിൽ ലെവൻഡോസ്കി ഒരു സൂപ്പർ ചാൻസ് മിസ്സാക്കി കളയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മൾ 4ഓളം ബിഗ് ചാൻസ് ഈ ഒരു മാച്ചിൽ മിസ്സാക്കിയിട്ടുണ്ട്. എന്തൊരു മോശമാണ് നമ്മുടെ ഈ ഫൈനൽ തേർഡിൽ നമ്മൾ ഈ സ്ട്രൈക്കർമാരുടെ പെർഫോമൻസ്. എന്തൊരു കട്ട ശോകമാണ്. ലെവൻഡോസ്കി ഒരു ഗോൾ അടിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആൾക്ക് സൂപ്പറായിട്ട് അടിക്കാൻ പറ്റുന്ന ഗോളായിരുന്നു രണ്ടാമത്തതും. അത് ആൾ മിസ് ചെയ്തു. അതേസമയം നമ്മൾ അത്ലറ്റിക്കോൻ്റെ സൈഡിലേക്ക് പോവുകയാണെങ്കിൽ അവരുടെ എക്സ്പെക്റ്റഡ് ഗോൾസ് എത്ര അറിയാം? 1.36. അവരാ XG നിന്നുകൊണ്ട് അടിച്ചത് 4 ഗോളുകളാണ്. 4 സൂപ്പർ ഗോളുകളാണ് അടിച്ചത്. അവരത്രത്തോളം ചാൻസസ് ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൂ. അവർ ഒരുപാട് ചാൻസ്, നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നിടത്തോളം ചാൻസ് ഒന്നും അവർ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. പക്ഷേ അവർ ക്രിയേറ്റ് ചെയ്തിടത്തോളം അവർ കൺവേർട്ട് ചെയ്തു എന്നുള്ളതാണ്. അവർ എഫിഷ്യൻ്റ് ആയിരുന്നു. നമ്മുടെ സ്ട്രൈക്കർമാർ ഒട്ടും എഫിഷ്യൻ്റ് അല്ലായിരുന്നു എന്നുള്ളതാണ്. ലെവൻഡോസ്കി ആണെങ്കിലും ഫെറാൻ ടോറസ് ആണെങ്കിലും. പിന്നെ നമ്മളിനി മാനേജ്മെൻറ്റ്, ഫ്ലിക്കിൻ്റെ ഗെയിം മാനേജ്മെൻറ്റ് സൈഡിലേക്ക് വരുന്ന സമയത്ത് ഇപ്പം ടീമിൽ ടോട്ടലി നോക്കുകയാണെങ്കിൽ എനിക്ക് കുറച്ചൊരു പിന്നോട്ട് നിൽക്കുന്നതായിട്ട് തോന്നിയത് ഓൽമോ മാത്രമാണ്. ഓൽമോ ഭയങ്കര മോശമായിരുന്നല്ലോ, പക്ഷേ ബാക്കിയുള്ള പ്ലേയേഴ്സിൻ്റെ ഒരു പെർഫോമൻസ് വെച്ച് നോക്കുമ്പോൾ ഓൽമോ ഒരല്പം ഡിപ്പായിട്ട് തോന്നി എനിക്ക്. ചിലപ്പോൾ എനിക്ക് മാത്രം തോന്നിയതാവും. അപ്പം ഞാൻ വിചാരിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൽമോനെ വലിച്ചിട്ട് പെഡ്രി ആ ഒരു നമ്പർ 10ലേക്ക് നീങ്ങിയിട്ട് മിഡിൽ കസാഡോ വരും. കസാഡോ ഡിയോങ് കോംബോയോ, അല്ലെങ്കിൽ അവിടെ ഡിയോങ്ങിനെ കൂടെ വലിച്ചിട്ട് കസാഡോ, പിന്നെ ഗാവി കൂടെ വന്നിട്ട് കസാഡോ ഗാവി, അങ്ങനെ ഒരു ഏർപ്പാട് വരും എന്നാണ് ഞാൻ വിചാരിച്ചത്. ആ ഒരു 70 മിനിറ്റിന് ശേഷം 60 മിനിറ്റിന് ശേഷം. എന്നാൽ പിന്നെ നമ്മൾ ഡിഫൻസീവിൽ കുറേ കൂടി സ്ട്രോങ് ആവും, നമ്മൾ കുറേ കൂടി അഗ്രസീവ് ആവും, മിഡിൽ നിന്ന് നമുക്ക് കുറേ കൂടെ ബോൾ വിൻ ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷെ ഇത് നേരെ തല കുത്തനെയാണ് നടന്നേ. നമ്മൾ പെഡ്രിനെ പിൻവലിച്ചു. പെഡ്രി സൂപ്പറായിട്ട് കളിച്ചുകൊണ്ടിരുന്ന സമയമായിരുന്നു. പെഡ്രി ഡിഫൻസീവിൽ നടത്തിയ കോൺട്രിബ്യൂഷൻസൊക്കെ അടിപൊളിയായിരുന്നു. അപ്പോൾ നമ്മൾ പെഡ്രിനെ പിൻവലിച്ചു. നമ്മൾ ഫ്രണ്ടിൽ നിന്ന് റഫീഞ്ഞനെ പിൻവലിച്ചു. റഫീഞ്ഞൻ അങ്ങോട്ട് പിൻവലിച്ചു കഴിഞ്ഞാൽ ഫ്രണ്ടിൽ അത്ലറ്റിക്കോക്ക് വരുന്ന ഡിസ്റ്റർബൻസ് അത്രയും കുറയാണ്. പ്രസ്സിങ് അവിടെ നഷ്ടപ്പെടുകയാണ്. റഫീഞ്ഞ ഒരു മാച്ച് എത്ര മോശമായി കളിച്ചെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാലും, ഈ മാച്ച് മോശമാണെന്നല്ല ഞാൻ പറയുന്നത്, എത്ര മോശമായി കളിച്ചെന്നൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാലും എന്താ പറയുക, ആൾ കൊടുക്കുന്ന പ്രസ്സിങ് ഉണ്ടല്ലോ, അത് ഓപ്പോണൻസിന് കൊടുക്കുന്ന ഡിസ്റ്റർബൻസ് വേറെ ലെവലാണ്. അതൊക്കെ ഈ മാച്ചിൽ ആ സബ്സ്റ്റിറ്റ്യൂഷനോടെ ഇല്ലാതാവുകയാണ്. അത് മുതലാണ് നമ്മൾ കളി തോറ്റു തുടങ്ങിയതെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം. പെഡ്രിൻ്റെ സബ്സ്റ്റിറ്റ്യൂഷന്, അതുപോലെ തന്നെ റഫീഞ്ഞൻ്റെ സബ്സ്റ്റിറ്റ്യൂഷന്, അതേപോലെ ഈ കസാഡോ വരാത്തത്. പിന്നെ ഗാവി ആണെങ്കിലും നന്നായിട്ട് കളിക്കുകയും ചെയ്തില്ല. എന്ത് ചെയ്യാൻ പറ്റും? അപ്പം ടോട്ടലി സബ്സ്റ്റിറ്റ്യൂഷൻസ് കളി തൊലച്ചു എന്ന് തന്നെ പറയാം. മോശം ഗെയിം മാനേജ്മെൻ്റ് ആയിട്ടാണ് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ 94-ാം മിനിറ്റിൽ നമ്മൾ 4ാമത്തെ ഗോൾ കൺസീഡ് ചെയ്യുന്നത്. എന്തിനാണ് ഈ 94-ാം മിനിറ്റിൽ ഇമാതിരി ഹൈലൈൻ കളിക്കുന്നതെന്ന് എനിക്കൊരു ഐഡിയയും കിട്ടുന്നില്ല സത്യം പറഞ്ഞാൽ. ഒരു ഗോളിൻ്റെ ലീഡിൽ കടിച്ചു തൂങ്ങിയിട്ട് അടുത്ത ലെഗ് മാഡ്രിഡ് പോയി കളിക്കാൻ നോക്കുക എന്നല്ലാതെ വീണ്ടും ഹൈലൈൻ കളിക്കുന്നു. അതും ടയേർഡായ നമ്മളെ പ്ലേയേഴ്സിനെ വെച്ചിട്ട്. ആരൊക്കെയാണ്? നമ്മുടെ കുബാർസിയും ഇനീഗോയും അവരിവരൊക്കെയാണ് ഉള്ളത്. ഈ ടയേർഡായ പ്ലേയേഴ്സിനെ വെച്ചിട്ട് 94-ാം മിനിറ്റിലും ഹൈലൈന്. ആ പാവങ്ങൾ ഹൈലൈൻ ആ തിരിച്ച് അറ്റാക്ക് വരുന്ന സമയത്ത് വീണ് പോവാണ്. കൂണ്ടേ വീണ് പോയി. അങ്ങനെ നമ്മൾ വീണപ്പോഴേ ഉറപ്പായി ഇത് ഗോളാവും.
പിന്നെ അറിയാലോ സോർലോത്ത് ഒക്കെ സബ്ബായി വന്നാൽ അങ്ങനെയാണ്, സോർലോത്ത് അങ്ങനെ അവിടെ ഗോൾ അടിക്കുകയും ചെയ്തു. എന്നാൽ പിന്നെ നമ്മൾ ഒന്ന് ട്രിക്കിന് കളിച്ചിട്ട് അറാഹോനെ നമ്മുടെ ഡിഫൻസിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് കൊണ്ടുവരിക, അത് ചെയ്യുകയും ചെയ്തില്ല. അങ്ങനെ ടോട്ടലി എനിക്ക് എന്താ പറയുക മടുത്തുപോയി. നമ്മളെ 2 ഗോൾ കൺസിഡർ ചെയ്യാൻ പാടില്ലായിരുന്നു. ഈ 80 മിനിറ്റിന് ശേഷമൊക്കെ നമ്മൾ കളിച്ചത് എന്താ, ഫുട്ബോൾ ആദ്യമായിട്ട് കിട്ടുന്ന ആൾക്കാരെ പോലെ കളിച്ച് ഭയങ്കര മോശമായിട്ട് മാറി. 1 to 10 മിനിറ്റുള്ള ബാഴ്സ എന്ന് പറയുന്നത് വളരെ മോശമായിരുന്നു. ഔട്ട് ആൻഡ് ഔട്ട്. അവിടെ ബാഴ്സ മോശം എന്ന് പറയുന്നതിനേക്കാളും മെച്ചം അത്ലറ്റിക്കോ സൂപ്പറായിരുന്നു എന്നുള്ളതാണ്. 2-ാം മിനിറ്റിലും 8-ാം മിനിറ്റിലൊക്കെ, 2-ാം മിനിറ്റിലല്ല ഫസ്റ്റ് മിനിറ്റിലും 8-ാം മിനിറ്റിലൊക്കെ അവർ ഗോൾ അടിക്കുന്നുണ്ട്. പിന്നീട് ബാഴ്സ ഒരു ഡോമിനേഷൻ അങ്ങോട്ട് ഏറ്റെടുക്കുകയാണ്. അത് നമ്മൾ ഓൾമോസ്റ്റ് 80-85 മിനിറ്റ് വരെയും പോകുന്നുണ്ട്. പിന്നീട് ബാഴ്സ അങ്ങോട്ട് മോശമാവുകയാണ്. വിട്ടുന്ന ബോൾ ലൂസ് ചെയ്യുക, എന്തിനോ വേണ്ടിയുള്ള പാസ്, ചുമ്മാ ലോങ് ബോൾ ഇട്ട് അവർ പിടിക്കുക. അങ്ങനെ ഭയങ്കരമായിട്ട് അങ്ങോട്ട് ഡിസപ്പോയിൻ്റ് ചെയ്ത് കളഞ്ഞു ബാഴ്സ ആ ഒരു 80 മിനിറ്റിന് ശേഷം. ആ ഹൈലൈൻ്റെ ലോജിക്ക് എനിക്ക് മനസ്സിലാവുന്നില്ല. ഓക്കെ, ബ്യൂട്ടിഫുള്ളാണ്, ഫിലോസഫിയാണ്, എന്നാൽ പിന്നെ കുറച്ച് ഡിഫെൻഡ് ചെയ്തുകൂടെ? അത്ലറ്റിക്കോക്കെതിരല്ലേ? അത്ലറ്റിക്കോ വേൾഡിൽ കൗണ്ടേഴ്സിൽ ഏറ്റവും ഡെഡ്ലിയസ്റ്റ് ആയിട്ടുള്ള ടീമാണ്. ആ ടീമിനെതിരെ നമ്മൾ ഔട്ട് ആൻഡ് ഔട്ട് ഹൈലൈൻ പോയിട്ട് അണ്ണാക്കിൽ കിട്ടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവസ്ഥ തന്നെ. പിന്നെ നമ്മൾ മാച്ചിലേക്ക് വരുന്ന സമയത്ത് ഇനി ഒക്കെ പറഞ്ഞു നിർത്തപ്പോൾ കുറച്ച് സമാധാനമുണ്ട്. ഇനി നമ്മൾ മാച്ചിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ, മാച്ച് തുടങ്ങി ഫസ്റ്റ് തന്നെ എന്താ വരുന്നത്, ഒരു കിടിലൻ ബോള് ഗ്രീസ്മാൻ്റെ സൈഡിൽ നിന്ന്, അത് ഹൂലിയൻ അൽവാരസിനാണ് വരുന്നത്. അൽവാരസ് ഹെഡ് ചെയ്യുന്നു, കിടിലൻ സേവ് ഫ്രം ആരടുത്ത്, സെസനീൻ്റെ അടുത്ത്, കിടിലൻ സേവ് ആയിരുന്നു. ആൻഡ് ആ കോർണറിൽ നിന്ന് അടുത്ത ബോൾ വരുന്നു, അത് കോർണർ തട്ടി കളിച്ച് അവസാനം എഗെയിൻ ഫസ്റ്റ് വന്നതിൻ്റെ ഒരു റെപ്ലിക്ക പോലത്തെ സാധനം ഗ്രീസ്മാൻ്റെ അടുത്ത് ബോൾ വരുന്നു, അത് അൽവാരസ് സ്കോർ ചെയ്യുന്നു. അങ്ങനെ 1-0 അവർ ലീഡ് എടുക്കുകയാണ്. പിന്നീട് കുറച്ച് കഴിയുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു രണ്ടാമത്തതും അൽവാരസിനാണ് അടിക്കുന്നത്. 2-0 ലീഡ് അവരെടുക്കുന്നു. പിന്നീട് മാച്ച് മുന്നോട്ട് പോകുന്ന സമയത്ത് രണ്ടാമത്തെ ഗോള് നമ്മുടെ ഗ്രീസ്മാൻ അടിക്കുന്നത്. ഗ്രീസ്മാൻ അടിക്കുന്നത് എങ്ങനെയാണ്, നമ്മുടെ ഹൈലൈനെ എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ടാണ് ഗ്രീസ്മാനെ ഗോൾ അടിക്കുന്നത്. അപ്പം ആ ഒരു ഗോൾ അടിച്ചതിന് ശേഷം ഒരു സൂപ്പർ ചാൻസ്, ഒരു എന്താ പറയുക, പെഡ്രി റഫീഞ്ഞ കോംബോയിൽ നിന്ന് നമ്മുടെ ഫെറാന് കിട്ടുന്നുണ്ട്. പെഡ്രിയിൽ നിന്ന് റഫീഞ്ഞയിലേക്ക് പോവാണ്. റഫീഞ്ഞൻ്റെ ഒരു കിടിലൻ പാസ് ഡിഫൻസിനെ അങ്ങോട്ട് സ്പ്ലിറ്റ് ചെയ്തുകൊണ്ട് കൃത്യമായിട്ട് ഫെറാൻ്റെ അടുത്തേക്ക് എത്തുന്നു. ഫെറാൻ അത് 1v1 സിറ്റുവേഷനാണ് വേഴ്സസ് മൂസോ. ഒബ്ലാക്ക് പോലും ഇല്ല, ഒബ്ലാക്ക് ഇല്ലാത്തൊരു അവസരമായിരുന്നു ഇന്ന്. സെക്കൻഡ് ലെഗിൽ അവർ ഒബ്ലാക്കിനെ കൊണ്ടുവരും. ഓക്കെ, അപ്പോൾ അത് നേരെ കൈകളിലേക്കാണ് പോകുന്നത്. വീക്ക് ഷോട്ടായിരുന്നു. അവിടെ തീർന്നോ? അവിടെയും തീർന്നില്ല. പിന്നെയും ആൾക്ക് തളികയിൽ എന്ന വണ്ണം ഒരു ബോൾ കിട്ടുന്നുണ്ട്. അവിടെ ഗോൾ കീപ്പർ ഇല്ല, എന്നാൽ അത് പ്രോപ്പറായിട്ട് അടിച്ച് പോസ്റ്റിലേക്ക് കയറ്റിക്കൂടെ? ഇതെന്തോ കാട്ടിയിട്ട് അവസാനം അത് ഡിഫൻഡേഴ്സ് ഒന്ന് ക്ലിയർ ചെയ്ത് പോയി. 2 ഗോൾ അടിക്കാനുള്ള അവസരങ്ങൾ പുഷ്പം പോലെ നമ്മളവിടെ നഷ്ടപ്പെടുത്തി കളയാണ് ഫസ്റ്റ് ഹാഫിൽ. ബട്ട് നമ്മൾ 2 തിരിച്ചടിക്കുന്നുണ്ട്. നമ്മൾ തിരിച്ചടിക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ തിരിച്ചടിക്കുന്നത് ഒന്ന് കുബാർസിയിലൂടെയാണ്, പിന്നെ ഒന്ന് ഇനീഗോയിലൂടെയാണ്, പിന്നെ ഒന്ന് വേറെ ഇങ്ങനെ വരുന്നുണ്ട്. ഇക്കൊന്നും പോയി, 4ാമത്തെ ഗോൾ വന്നില്ല, അതൊക്കെ മൈൻഡിൽ നിന്ന് പോയി. അങ്ങനെ നമ്മൾ ഫസ്റ്റ് ഹാഫ് തന്നെ 3-2 ആക്കി മാറ്റുന്നുണ്ട്. പിന്നീട് സെക്കൻഡ് ഹാഫിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ പ്രതീക്ഷിച്ച പോലെ റഫീഞ്ഞ ഗ്രൗണ്ടിലേക്ക് വരികയാണ്. അപ്പോൾ ലെവൻഡോസ്കി വരികയാണ്. ലെവൻഡോസ്കി വരുന്ന സമയത്ത് 4-2 ഉയർത്താൻ, ആ ലീഡ് 4-2 ഉയർത്താൻ റഫീഞ്ഞയ്ക്ക് ലെവൻഡോസ്കിക്ക് പറ്റുന്നുണ്ട്. പിന്നെ എന്താ പറയുക, അങ്ങനെ 4-2 എത്തി. പിന്നെ 80 മിനിറ്റിന് ശേഷം കളി ആര് കളിച്ചു? നമ്മുടെ അത്ലറ്റിക്കോ കളിച്ചു. അത്ലറ്റിക്കോ നടത്തിയ സബ്സ്റ്റിറ്റ്യൂഷൻസൊക്കെ സ്പോട്ട് ഓൺ ആയിരുന്നു. നമ്മളുടേതൊക്കെ ഫോൾട്ടായി പോയപ്പം അവർ സോർലോത്തിനെ കറക്റ്റ് സമയത്ത് കൊണ്ടുവന്നു, ഇമ്പാക്റ്റ് ഉണ്ടാക്കി. ലിനോനെ കൊണ്ടുവന്നു, ഇമ്പാക്റ്റ് ഉണ്ടാക്കി. കൊറേനെ കൊണ്ടുവന്നു, ഇമ്പാക്റ്റ് ഉണ്ടാക്കി. 4-3 വരുന്ന ഗോള് എന്താ പറയുക, കുറേ വന്നിട്ട് 2 ആളെ ഡ്രാഗ് ചെയ്താണ്ട് കൊണ്ടുപോവാം. ആ കൊണ്ടുപോയ ഗ്യാപ്പിലാണ് അവിടെ നിന്ന് ഡിയോങ്ങിനെ വലിച്ചു കൊണ്ടുപോയി. ആ ഡിയോങ്ങിനെ വലിച്ചു കൊണ്ടുപോയ ഗ്യാപ്പിലാണ് അവിടേക്ക് നമ്മുടെ ലോറൻ്റെ വരുന്നതും അവിടെ സ്പേസ് ഫ്രീ ആയി കിട്ടുന്നതും. അല്ലെങ്കിൽ അവിടെ ഗാവി കുറേ കൂടെ അവെയർ ആവണമായിരുന്നു. അറ്റ് എനി കോസ്റ്റ് സ്റ്റോപ്പ് ചെയ്യണമായിരുന്നു, കഴിഞ്ഞില്ല. ഡിഫൻസ് ഓപ്പൺ അപ്പായി. അവിടുന്ന് ഫ്രാങ്കി ഡിയോങ് കുറേ വലിച്ചതോടെ അപ്പോൾ അതിൽ ലോറൻ്റെ സ്കോർ ചെയ്തു. അത് മുതൽ പിന്നെ നമ്മൾ ആദ്യമായിട്ട് ബോൾ കാണുന്ന ആൾക്കാരെ കളിയാണ്. പിന്നീട് എന്താ പറയുക, ലോങ് ബോൾ വന്നു. അത് ലിനോ ആണ് കൊണ്ടുവരുന്നത് ആ ബോൾ. എന്നിട്ട് നമ്മുടെ സോർലോത്തിന് കൊടുക്കുന്നു. സോർലോത്ത് ഗോൾ അടിക്കുന്നു. അങ്ങനെ 4-4 ഇതിലെടുത്ത് പറയേണ്ട പെർഫോമേഴ്സിനെ കുറിച്ച് നമ്മൾ പറയണമല്ലോ. കുബാർസിയൊക്കെ ഫസ്റ്റ് ഹാഫ് ആ
ഫോൾട്ടാവുന്നവർ നന്നായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ കുറേ ടൈമൊക്കെ നമ്മൾ നന്നായിട്ട് കളിച്ചു. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, നന്നായിട്ട് കളിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല. നമ്മൾ കുറേ സമയം നന്നായിട്ടൊക്കെ ഡിഫെൻഡ് ചെയ്യുന്നുണ്ട്. ബാൾഡെയൊക്കെ നന്നായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു കുറേ സമയം. അവസാനത്ത് എത്തുന്ന സമയത്ത് മോശമായി, അത് പറയണം. പിന്നെ ഇപ്പോൾ ആരാ? പെഡ്രി. ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ് ആയിരുന്നു. എൻ്റെ മാൻ ഓഫ് ദി മാച്ച് പെഡ്രിയാണ്. അടിപൊളിയായിട്ട് പെഡ്രി കളിച്ചിട്ടുണ്ട്. ഈ അത്ലറ്റിക്കോക്കെതിരെ വരുന്ന സമയത്ത് പെഡ്രി എപ്പോഴും ഇപ്പോൾ നന്നായിട്ട് കളിക്കുന്നുണ്ട്. പക്ഷേ പെഡ്രി തരുന്ന ഔട്ട്പുട്ടിൻ്റെ അത്ര നല്ലൊരു എന്താ പറയുക, തിരിച്ച് റിസൾട്ട് കിട്ടുന്നുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. മൂപ്പര് തരുന്ന ഔട്ട്പുട്ടിനനുസരിച്ച് നമ്മൾ റിസൾട്ട് അങ്ങോട്ട് കൊടുക്കുന്നുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. ഇല്ല, പറ്റുന്നില്ല, അതാണ് സത്യം. പിന്നെ നമ്മുടെ ഒരു ഗോള് നേടുന്ന പെഡ്രിയാണ്. എനിക്ക് ഇപ്പോഴാണ് ഓർമ്മ വന്നത്, തലയിൽ കത്തിയത്. ഒരു ഗോള് നേടുന്നത് പെഡ്രിയാണ്. അത് എങ്ങനെയാണ് വരുന്നത്? നമ്മൾ റൈറ്റിൽ നിന്ന് യമാൽ കൂണ്ടേക്ക് കൊടുക്കുന്നു, കൂണ്ടൻ്റെ ഒരു അളന്ന് മുറിച്ച സാധനം പെഡ്രിയിലേക്ക് വരുന്നു, പെഡ്രി ഗോളടിക്കുന്നു. അങ്ങനെയാണ് നമ്മൾ 2-1 മാച്ച് എത്തിക്കുന്നത്. ഇപ്പോഴാണ് തലയിൽ കത്തിയത്. തലേന്ന് മാഞ്ഞു പോയ സാധനമായിരുന്നു. ഓക്കെ, അപ്പോൾ അതാണ്. പെഡ്രി നന്നായിട്ട് കളിച്ചു, കൂണ്ട കുറേ നേരം നന്നായിട്ട് കളിച്ചു. പിന്നെ എന്താ പറയുക, പിന്നെ ഇപ്പോൾ പറയാനുള്ളത് റഫീഞ്ഞയൊക്കെ കുറച്ച് ഓഫായിരുന്നു. അതായത് സെറ്റ് പീസിലേക്ക് വരുന്ന സമയത്ത് 2 സെറ്റ് പീസാണ് നമ്മൾ സ്കോർ ചെയ്തത്. 2 കോർണർ സ്കോർ ചെയ്തു, ദാറ്റ്സ് ടു ഗുഡ്. 2 കോർണറിൽ മാറ്റി നിർത്തി കഴിഞ്ഞാൽ റഫീഞ്ഞ കുറച്ചൊന്ന് ഡിപ്പായി പോയി. ലോ ബ്ലോക്കൊക്കെ വരുന്ന സമയത്ത് റഫീഞ്ഞ ഡിപ്പാവുന്നത് വലിയ സംഭവമൊന്നുമില്ല. പക്ഷേ സെറ്റ് പീസിൽ ആൾ ഡെലിവർ ചെയ്തു, ദാറ്റ്സ് ഗുഡ്. ആൾ നല്ല പണി തന്നെയാണ് അവിടെ എടുത്തിട്ടുള്ളത്. ഡെലിവർ ചെയ്യാൻ പറ്റുന്നിടത്ത് മൂപ്പര് പെർഫെക്റ്റ് ആയിട്ട് ചെയ്തു. ഓക്കെ, പിന്നെ ആളുടെ പ്രസ്സിങ് ഒക്കെ ടോപ്പ് നോച്ചായിരുന്നു. പിന്നെ പാരാ, പിന്നെ ഇപ്പം ഓൽമ കുറച്ച് ഓഫായിട്ടാണ് എനിക്ക് തോന്നിയത്. സെസനി കുറേയൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷേ കാര്യമില്ല. ലാസ്റ്റത്തത് എനിക്കൊന്നും അത് ആളെ കൈ തട്ടിയിട്ടാണ് പോകുന്നത്. സോർലോത്തിൻ്റെ ഗോള്. അങ്ങനെ 4 ഗോള് നമ്മളവിടെ കൺസീഡ് ചെയ്തു. പിന്നെ ഇപ്പോഴേക്കൊന്ന് യമാലിനെ കുറിച്ചും കൂടെ പറയണം. യമാൽ അടിപൊളിയായിട്ട് കളിച്ചിട്ടുണ്ട്. യമാൽ ഫസ്റ്റ് ഹാഫിൽ ഗലാനോനൊക്കെ ഇട്ട് എന്താ പറയുക, ഇട്ട് ഓടിക്കുന്നുണ്ട്, നറ്റ്മഗ് ചെയ്ത് കളയുന്നുണ്ട്, നശിപ്പിച്ച് കളയുന്നുണ്ട് ഗലാനോനെ. അങ്ങനെ ഗലാനോൻ്റെ ശേഷം ലിനോ വരുന്നു. ലിനോന് നമ്മുടെ യമാൽ കുറേ വട്ടം ചുറ്റിക്കുന്നുണ്ട്. പക്ഷേ ലിനോ ലാസ്റ്റ് ഒരു പോസിറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റ് അവിടെ കൊണ്ടുവന്നു എന്നുള്ളതാണ്. ഗലാനോനേക്കാളും എത്രയോ അറ്റാക്കിംഗ് മൈൻഡഡ് ആയിട്ടുള്ള ഒരു പ്ലെയറാണ് ലിനോ. ഭയങ്കര ത്രെറ്റ് തരുന്ന പ്ലെയറാണ് ലിനോ. ആ പ്ലെയർക്കെതിരെ നമ്മുടെ ടയേർഡായ വീണ്ടും ഹൈലൈന് കൂണ്ടൻ എന്തിനാണ് വീണ്ടും ഹൈലൈന് പറഞ്ഞയച്ചതെന്ന് എനിക്ക് ഐഡിയ ഇല്ല. ചില സമയത്തൊക്കെ നമുക്ക് ലോ ബ്ലോക്ക് ഇരിക്കാം. നമ്മുടെ സ്ലോട്ടിൻ്റെ ലിവർപൂൾ ഇരിക്കുന്നുണ്ടല്ലോ ലോ ബ്ലോക്ക്. പിന്നെ എന്താ ബാഴ്സയ്ക്ക് ഇരുന്നാൽ, ഫ്ലിക്കിൻ്റെ ബാഴ്സലോണയ്ക്ക് ഇരുന്നാൽ ഇരിക്കേണ്ട സമയത്ത് ഇരിക്കുക വേണം. ഇങ്ങനത്തെ ടീമുകൾക്കെതിരെ മടുത്തുപോയി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഭയങ്കര ആഘോഷമാവും. 4-2 ജയിക്കും, 4-3 ജയിക്കുമെന്ന് വിചാരിച്ചതാണ്. എല്ലാം സോർലോത്ത് നശിപ്പിച്ച്, ലീഗിലും നശിപ്പിച്ച്, കോപ്പ ഡെൽ റേയിലും നശിപ്പിച്ച്. ഇനി സെക്കൻഡ് ലെഗ് അൺപ്രഡിക്റ്റബിൾ. കുറേ കാലം കഴിഞ്ഞിട്ടൊക്കെ സെക്കൻഡ് ലെഗ് വരുന്നത്. എന്താവും എന്നുള്ളത് കണ്ടറിയണം പടച്ചോനെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെയാണ് പറയാനുള്ളത്. നിങ്ങളുടെ ഒപ്പീനിയൻസൊക്കെ കമൻറ്റ് സെക്ഷനിൽ പറയാം. ചേഞ്ചസിനെ കുറിച്ച് കുറേ കാര്യങ്ങൾ മാച്ചിൽ നടന്നുണ്ട്, എനിക്കൊന്നും മനസ്സിലേക്ക് വരുന്നില്ല. ഒക്കെ പോയി തലേന്ന്, അതാണ് പ്രശ്നം. ഓക്കെ, അപ്പം നിങ്ങളുടെ ഒപ്പീനിയൻസ് കമൻറ്റ് സെക്ഷനിൽ പറയാൻ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.